ആലപ്പുഴയിൽ നവോദയ വിദ്യാലയത്തിൽ റാഗിംഗ് എന്ന് പരാതി. 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികളായ 6 പേർ ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് പരാതി. മർദ്ദിച്ച കുട്ടികളെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിക്കുന്നു. ആദ്യം വിദ്യാർത്ഥിയുടെയും പിതാവിന്റെയും പ്രതികരണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിലേക്ക്. അന്ന് രാത്രി ഞാൻ കൂട്ടുകാരായിട്ടെല്ലാം സംസാരിച്ച് നിന്നപ്പം 11ലെ ചേട്ടന്മാരെ വിളിക്കുന്നത് പോലെ 10ാം ക്ലാസ്സിലൊരു ചേട്ടൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് ഫസ്റ്റ് വെടി ഇരുന്നപ്പം അവിടെ 2 ചേട്ടന്മാർ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞ ഉടനെ തന്നെ വേറൊരു ചേട്ടൻ എൻ്റെ കാരണത്തടിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് നടുക്കത്തെ വെടി കൊണ്ടുപോയിട്ട് പുറത്തും വയറ്റത്തും ചെകിടത്തൊക്കെ കുറേ ഇടിച്ച്. അവിടെ ഞാൻ എത്തിയ സമയത്ത് അവിടെ 3-4 വേറെ കുട്ടികളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവർ ഇങ്ങനെ 2 പേര് വെട്ടിക്കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞതും അവരെന്നെ കർണത്ത് കുറേ അടിച്ച് വയറ്റത്ത് പുറത്തൊക്കെ അടിച്ചു. ശബ്ദം കേട്ടിട്ടാ വാർഡന്മാർ വന്നിട്ടാ സാറുമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത്. ഇപ്പോഴാണ് ഞങ്ങളെല്ലാം പുറത്ത് കൊണ്ടുപോയി ആരൊക്കെ അടിച്ചതെന്നൊക്കെ ചോദിച്ചു. അവരെ സസ്പെൻഷൻ ഇട്ടു 6 പേരെ. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം. രാത്രി 10:30 ഈ സംഭവം ഉണ്ടായത്. അതായത് മകനെ 8-9 പേര് ചേർന്ന് റാഗ് ചെയ്യുകയും മോനെ ശരിക്കും മർദ്ദിക്കുകയും മോൻ ഒരു അബോധാവസ്ഥയിൽ ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഈ സംഭവം ഞാനോ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വൈഫോ ആരും ഇത് സംഭവം അറിഞ്ഞില്ല. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യവും ചെയ്യാം. നേഴ്സിംഗ് എല്ലാം ഉള്ള എല്ലാം ഉള്ളതാണ്. പക്ഷെ അവരൊന്നും ആ ഭാഗത്ത് വരികയും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നും ചെയ്തിട്ടില്ല. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അശ്വിൻ, ഒന്നാമത്തെ കാര്യം, ഈ റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികളെ പുറത്താക്കിയെന്നൊക്കെ സ്കൂൾ അധികൃതർ പറയുമ്പോഴും റാഗിങ്ങിന് ഇരയാക്കപ്പെട്ട കുട്ടിക്ക് പ്രാഥമികമായി ചികിത്സ നൽകാനോ ആ കുട്ടിയെ പരിരക്ഷിക്കാനോ ഉള്ള ഒരു ശ്രമവും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന ഒരു ആരോപണം കൂടി രക്ഷിതാവ് ഉന്നയിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്? എന്തെങ്കിലും നടപടി സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അവർ പറയുന്നത് പോലെ കുട്ടികളെ പുറത്താക്കി എന്ന് പറയുന്നതല്ലാതെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? മറ്റു കുട്ടികൾക്ക് ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? GK, കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂൾ ക്യാമ്പസിനകത്ത് തന്നെയുള്ള ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഈ ഹോസ്റ്റൽ മുറിയിൽ വെച്ചാണ് ഈ കുട്ടിക്ക്, ഈ 8ാം ക്ലാസ്സുകാരന് ഇത്തരത്തിലുള്ള ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ക്ലാസ്സിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് തന്നെ വിളിച്ചുകൊണ്ട് ഈ സീനിയർ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഒരു ഇന്റർവ്യൂ സമാനമായ രീതിയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് മോശപ്പെട്ട ചോദ്യങ്ങളാണ്. കൂടെ ആളുകൾ കിടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള മോശപ്പെട്ട ചോദ്യങ്ങൾ ഈ 8ാം ക്ലാസ്സുകാരുടെ അടുത്ത് ചോദിക്കുകയാണ്. അതിൽ മറുപടി പറയുമ്പോൾ അവർ ആഗ്രഹിക്കാത്ത മറുപടിയാണ് കേൾക്കുന്നതെങ്കിൽ അതിന് മർദ്ദിക്കുകയാണ് എന്നുള്ളതാണ് 8ാം ക്ലാസ്സുകാരൻ ഇപ്പോൾ നമ്മളോടും പോലീസിനോടുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ക്രൂരമർദ്ദനം ഈ +1 വിദ്യാർത്ഥികളായ 6 പേരിൽ നിന്നും ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കട്ടിലിൽ കിടത്തിയാണ് മുഖത്തും വയറ്റിലും നെഞ്ചിലും പുറത്തുമെല്ലാം ഈ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിട്ടുള്ളത്. അന്ന് രാത്രി അബോധാവസ്ഥയിലാവുകയും ചെയ്തു 8ാം ക്ലാസ്സുകാരൻ. അങ്ങനെ ശബ്ദം കേട്ട് വാർഡൻ എത്തി അധ്യാപകരെയൊക്കെ വിളിച്ചെങ്കിലും ഇത്ര ക്രൂരമായ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഈ സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സംഭവം. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് മാതാപിതാക്കളെയൊക്കെ വിളിച്ച് സ്കൂൾ അധികൃതർ തന്നെ കാര്യം അറിയിക്കുന്നത്. അങ്ങനെ മാതാപിതാക്കൾ എത്തിയാണ് ഈ ക്രൂരമായി പരിക്കേറ്റ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കാര്യമായി തന്നെ പരിക്കുകൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിലെത്തി ചികിത്സ നൽകിയ ശേഷമാണ് തിരികെ വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും ഈ കുട്ടി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തനിക്ക് മാത്രമല്ല ഇങ്ങനെ ദുരനുഭവം നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. മറ്റ് 3 വിദ്യാർത്ഥികളെ കൂടി സമാനമായ രീതിയിൽ തനിക്കുണ്ടായ അതേ അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരോ അവരുടെ കുടുംബമോ ഇതിനെതിരെ പരാതി നൽകാൻ തയ്യാറാകുന്നില്ല. അത് സ്കൂൾ മാനേജ്മെന്റ് ഇടപെടലിലാണ് അങ്ങനെ ഒരു പരാതി നൽകേണ്ട തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി തന്നെ പറയുന്നത്. എന്തായാലും അത് ഗുരുതരമായ സംഭവമാണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ക്രൂരമായൊരു റാഗിംഗ് ഉണ്ടായ ശേഷം അത് പുറത്തറിയിക്കാതിരിക്കുക, വീട്ടുകാരോട് പോലും പറയാതിരിക്കുക, പോലീസിലേക്ക് പരാതിയായി നൽകാതിരിക്കുക എന്നുള്ളതൊക്കെ നവോദയ സ്കൂളിന്റെ ഭാഗത്തു നിന്ന്, ചെന്നിത്തല നവോദയ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ്. ഇപ്പോൾ ഈ 6 പേരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു വിസ്തീർണം നൽകുന്നുണ്ട്. മാന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും, അതായത് ഈ റാഗിങ്ങിന് ഇരയായ 8ാം ക്ലാസ്സുകാരൻ തന്നെ പറയുന്നുണ്ട്, ആ കുട്ടിക്ക് മർദ്ദനമേൽക്കുമ്പോഴും ഇതുപോലെ മർദ്ദനമേറ്റ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നവോദയ സ്കൂളിനകത്ത് ഇങ്ങനൊരു കാര്യം പതിവായി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ആ സ്കൂളിനകത്ത് കോമ്പൗണ്ടിനകത്ത് റാഗിംഗ് എന്നൊരു സമ്പ്രദായം തന്നെ നടക്കുന്നുണ്ട് എന്നാണോ? അതോ ഇത് ആദ്യത്തെ സംഭവമാണോ? ഇതിനു മുൻപ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടോ? അതൊക്കെയാണല്ലോ അന്വേഷിക്കപ്പെടേണ്ടത് ഇനി അങ്ങോട്ട്. ഈ ജവഹർ നവോദയ സ്കൂളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് ഒതുക്കി തീർക്കാൻ സ്കൂൾ മാനേജ്മെന്റ്, പ്രിൻസിപ്പൽ തന്നെ നേരിട്ട് ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം ഈ ഇപ്പോൾ മർദ്ദനമേറ്റ 8ാം ക്ലാസ്സുകാരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തന്റെ സുഹൃത്തുക്കളായ 3-4 വിദ്യാർത്ഥികൾക്കാണ് തനിക്കുണ്ടായ അതേ സമാനമായ അനുഭവം ഈ ഹോസ്റ്റൽ മുറിയിൽ അന്നു തന്നെ ഉണ്ടായത്. പക്ഷെ അവരൊന്നും
പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. നമ്മൾ ഈ കുട്ടിയുടെ ഇന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറയുന്നത് ഞങ്ങൾക്ക് ഇനി പേടിക്കാനല്ല, ഞങ്ങളുടെ മകൻ നേരിടേണ്ടതെല്ലാം നേരിട്ട് കഴിഞ്ഞു, ക്രൂരമർദ്ദനമേറ്റു, അവൻ അബോധാവസ്ഥയിലായി, ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല, പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നുള്ള ഒരു നിലപാടിലേക്ക് ഈ കുടുംബം എത്തിയിട്ടുണ്ട്. പക്ഷേ ആ നിലപാട് സ്വീകരിക്കാൻ മർദ്ദനമേറ്റ മറ്റു വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഇവരെ വിളിച്ച് ബന്ധപ്പെട്ട് പരാതിയുമായി പോകരുത് എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരാതി നൽകാത്തത് എന്നുള്ളതാണ് ഇന്ന് ഈ മർദ്ദനത്തിന് ഇരയായ കുട്ടി പറയുന്നത്. അവരുമായൊക്കെ ഈ കുടുംബം സംസാരിച്ചിരുന്നു, ഈ മാതാപിതാക്കളും സംസാരിച്ചിരുന്നു. അവരും പറയുന്നത് അവർ ഇങ്ങനെയൊരു സമ്മർദ്ദത്തിന് അടിപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികമായും തെറ്റാണ്. കാരണം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിലൊക്കെ ഇത് വീണ്ടും ഒരു റാഗിങ്ങിനുള്ള പ്രോത്സാഹനമായി മാറുമോ എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്.